എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കുറച്ച് നാൾക്ക് മുമ്പുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ചോദ്യമാണ് ഇത്. ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവ്. ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവ്. ഇത് പല കുട്ടികളും പഠിച്ചിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ്. ഇങ്ങനെയാണ് പഠിച്ചുകൊണ്ട് പോയത്. പക്ഷെ ചോദ്യം വന്നത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവ്. ഒരു ബംഗാളി രസതന്ത്രജ്ഞന്റെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടി കാണും. ഒരു ബംഗാളി രസതന്ത്രജ്ഞന്റെ ജീവിതവും അനുഭവവും. ഒരു ബംഗാളി രസതന്ത്രജ്ഞന്റെ ജീവിതവും അനുഭവങ്ങളും എന്ന ഒരു ബുക്കുണ്ട്. അതുപോലെ തന്നെ ഹിന്ദു രസതന്ത്രത്തിന്റെ ചരിത്രം, ഇതൊരു ബുക്കാണ്. അതുപോലെ എപ്പോഴും ഒരു ഐഡിയ കിട്ടി കാണില്ലേ ഏത് ശാസ്ത്രജ്ഞനാണ്. വേറൊരു കാര്യങ്ങളുണ്ട്. ബംഗാൾ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന സ്ഥാപനം, ഇതൊരു സ്ഥാപനം ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ പ്രധാനപ്പെട്ട ചോദ്യം. ബംഗാൾ ഫാർമസ്യൂട്ടിക്കൽ എന്ന ഇന്ത്യയിലെ ആദ്യത്തെ മരുന്ന് നിർമ്മാണ കമ്പനി സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. അതുപോലെ ഹിന്ദു രസതന്ത്രത്തിന്റെ ചരിത്രം എന്ന ബുക്ക് എഴുതിയത് ഇദ്ദേഹമാണ്. ഒരു ബംഗാളി രസതന്ത്രത്തിന്റെ ജീവിതവും അനുഭവങ്ങളും എന്ന പുസ്തകം എന്ന ബുക്ക് എഴുതിയതും ഇദ്ദേഹമാണ്. ആരാണത്? ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവ്, അല്ലെങ്കിൽ ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ വ്യക്തി ആരാ? PC റേ. റോയ് അല്ല, PC റേ. പ്രഫുല്ല ചന്ദ്ര റേ. ഉണ്ടാവും. ക്ലിയർ ആയി? അപ്പൊ ഒന്ന് പഠിച്ചു വെച്ചോണം. ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവും ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവും PC റേ. ഇദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് ഒരു ബംഗാളി രസതന്ത്രത്തിന്റെ ജീവിതവും അനുഭവങ്ങളും എന്ന കൃതി ആരുടേതാണ്? പിന്നെ PC റേയുടേതാണ്. ഹിന്ദു രസതന്ത്രത്തിന്റെ ചരിത്രം എന്ന പുസ്തകം ആരുടേതാണ്? PC റേയുടേതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മരുന്ന് നിർമ്മാണ കമ്പനിയായ ബംഗാൾ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന സ്ഥാപനം തുടങ്ങിയതും ആരാണ്? PC റേ ആണ്. പ്രത്യേകം ഓർക്കുക, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏത്? ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവ് എന്ന ചോദ്യം നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി മറ്റൊന്ന്, ഓർഗാനിക് കെമിസ്ട്രി, അതിന്റെ പിതാവ്, ഓർഗാനിക് കെമിസ്ട്രിയുടെ പിതാവ്. ലോകത്തിൽ ആദ്യമായിട്ട് അമോണിയം സയനേറ്റ്, NH4CNO, അമോണിയം സയനേറ്റിനെ ചൂടാക്കിക്കൊണ്ട്, അമോണിയം സയനേറ്റ് എന്ന് പറയുന്ന രാസവസ്തുവിനെ ചൂടാക്കിക്കൊണ്ട് NH2CO NH2 എന്ന പദാർത്ഥം, ഇതിന്റെ പേരാണ് യൂറിയ. കണ്ടോ? യൂറിയ എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് സംയുക്തമാണ്, ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. കണ്ടോ? അമോണിയം സയനേറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഇൻഓർഗാനിക് കോമ്പൗണ്ട്. കണ്ടോ? ഇൻഓർഗാനിക് കോമ്പൗണ്ടായ പദാർത്ഥത്തിൽ നിന്ന് ഓർഗാനിക് സംയുക്തങ്ങൾ നിർമ്മിക്കാം. അതുകൊണ്ട് ആദ്യമായിട്ട് കൃത്രിമമായിട്ട് നിർമ്മിച്ച ഓർഗാനിക് സംയുക്തം കൂടിയ ഏതാണ്? യൂറിയയാണ്. ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയ ശാസ്ത്രജ്ഞനാണ് ഫ്രെഡറിക് വൂളർ. ഫ്രെഡറിക് വൂളർ എന്ന ശാസ്ത്രജ്ഞൻ. നമുക്കൊരിക്കലും അദ്ദേഹത്തെ മറക്കാൻ സാധ്യതയില്ല. ഓർഗാനിക് കെമിസ്ട്രിയുടെ പിതാവാണ് ഫ്രെഡറിക് വൂളർ. അമോണിയം സയനേറ്റ് എന്ന് പറയുന്ന ഇൻഓർഗാനിക് വസ്തുവിനെ ചൂടാക്കി ഓർഗാനിക് സംയുക്തമായ യൂറിയ, ആദ്യത്തെ കൃത്രിമമായിട്ട് നിർമ്മിച്ച ഓർഗാനിക് സംയുക്തമായ യൂറിയ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഫ്രെഡറിക് വൂളർ. അത് എങ്ങനെയാ ചോദ്യം? ഓർഗാനിക് കെമിസ്ട്രിയുടെ പിതാവാണ് ആര്? ഫ്രെഡറിക് വൂളർ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞത് രസതന്ത്രത്തിന്റെ പിതാവ് റോബർട്ട് ബോയിൽ, ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ലവോസിയെ, പിന്നെ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് മെൻഡലീഫ്, ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ഹെൻറി മോസ്ലി. പിന്നെ നമ്മൾ എന്താ പ്രധാനപ്പെട്ട ചോദ്യം? ഓർഗാനിക് കെമിസ്ട്രിയുടെ പിതാവ് ആരാണ്? ഫ്രെഡറിക് വൂളർ. ഓക്കെ, ഫ്രെഡറിക് വൂളർ. ഇനി ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. പ്ലാസ്റ്റിക് വ്യവസായത്തിന്റെ പിതാവ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ. പ്ലാസ്റ്റിക് വ്യവസായത്തിന്റെ പിതാവ് ഉണ്ടോ? ഇദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? പ്ലാസ്റ്റിക് വ്യവസായത്തിന്റെ പിതാവ്. ഇത് ശാസ്ത്രജ്ഞന്റെ പേര് ലിയോ
ബേക്കലാൻഡ് ഉണ്ടോ. ലിയോ ബേക്കലാൻഡ് എന്ന ശാസ്ത്രജ്ഞനാണ് പിന്നെ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആയ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? കൃത്രിമ പ്ലാസ്റ്റിക്കിന്റെ പേരെന്താ? ബേക്കലൈറ്റ്. ഉണ്ടോ. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആയ ബേക്കലൈറ്റ് കണ്ടുപിടിച്ച ലിയോ ബേക്കലാൻഡ് അറിയപ്പെടുന്നത് പ്ലാസ്റ്റിക് വ്യവസായത്തിന്റെ പിതാവ് എന്ന പേരിൽ ആണ്. ഒന്ന് നിങ്ങൾ മറന്നു പോകുന്നത്. ഓക്കെ, ഇത് ചില ബുക്കിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, പ്ലാസ്റ്റിക്കിന്റെ പിതാവ് എന്നും ചില ബുക്കുകളിലൊക്കെ കാണുന്നുണ്ട്, ലിയോ ബേക്കലാൻഡ് എന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. എന്തായാലും ശരി തന്നെ പ്രസിദ്ധമായ ചോദ്യം ഇതാണ്, നമുക്ക് തെറ്റേണ്ടി വരത്തില്ല. പ്ലാസ്റ്റിക് വ്യവസായത്തിന്റെ പിതാവ് ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, 2 കൊല്ലമായുള്ള ചോദിച്ചിട്ട്. പ്ലാസ്റ്റിക് വ്യവസായത്തിന്റെ പിതാവ് ലിയോ ബേക്കലൈറ്റ്. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കണ്ടുപിടുത്തമാണ് ബേക്കലൈറ്റ് എന്ന കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക്. ബേക്കലൈറ്റ് സ്വിച്ചുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഏതാ സ്വിച്ച്? അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് സോപ്പ് വെട്ടി ഉണ്ടോ. ഇതൊക്കെ നിർമ്മിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ബേക്കലൈറ്റ് വെച്ചിട്ടാണ്. സ്വിച്ചുകളുടെ നിർമ്മാണത്തിനാണ് പ്രധാനം. സ്വിച്ചുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ബേക്കലൈറ്റ്. ഇതിനകത്ത് 2 വസ്തുക്കൾ ചേർന്നിട്ടാണ് നിർമ്മിക്കുന്നത്. ഒന്ന് ഫിനോൾ എന്ന് പറയുന്ന രാസവസ്തുവും മറ്റൊന്ന് ഫോർമാൽഡിഹൈഡ്. ഫിനോളും ഫോർമാൽഡിഹൈഡ് എന്നീ 2 വസ്തുക്കൾ ചേർന്നിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ബേക്കലൈറ്റ്. അപ്പൊ ബേക്കലൈറ്റിൽ ഉപയോഗിക്കുന്നതായ രാസവസ്തുക്കൾ ഏതല്ലേ? ബേക്കലൈറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതായ രാസവസ്തുക്കൾ ഏതല്ല? ഒന്ന് ഫിനോളും ഫോർമാൽഡിഹൈഡ്. അത് ചോദ്യം വരുന്നത് എങ്ങനെയാണ്? ബേക്കലൈറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതായ മോണോമറുകൾ, അതായത് കൊച്ചു വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് മോണോമറുകൾ. ബേക്കലൈറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മോണോമറുകൾ താഴെ പറയുന്നവരെ. ഉത്തരം ഫിനോൾ, ഫോർമാൽഡിഹൈഡ്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ രാസ വ്യവസായത്തിന്റെ ഇന്ത്യൻ പ്ലാസ്റ്റിക് വ്യവസായത്തിന്റെ ഇന്ത്യൻ അല്ല പ്ലാസ്റ്റിക് വ്യവസായത്തിന്റെ പിതാവ്. പ്ലാസ്റ്റിക് ക്വസ്റ്റ്യൻ കൂടെ കട്ട് ചെയ്ത് പറയാം. പ്ലാസ്റ്റിക് വ്യവസായത്തിന്റെ പിതാവ് ആരാണ്? ലിയോ ബേക്കലാൻഡ്. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കണ്ടുപിടുത്തം ബേക്കലൈറ്റിന്റെ ചോദ്യം. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്കിന്റെ പേരാണ് ബേക്കലൈറ്റ്. ബേക്കലൈറ്റിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം സ്വിച്ചുകളുടെ നിർമ്മാണത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ബേക്കലൈറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഏതെല്ലാമാണ്? ഫിനോളും ഫോർമാൽഡിഹൈഡും. ഈ ബേക്കലൈറ്റ് എന്ന് പറയുന്നത് ഏതുതരം പ്ലാസ്റ്റിക് ആണ്? തെർമോ പ്ലാസ്റ്റിക് ആണ്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് ആണ് ഇത്. അതായത് ഇതിന് ഒരു തവണ മാത്രമേ ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ ബേക്കലൈറ്റ് എന്ന് പറയുന്ന പ്ലാസ്റ്റിക്കിനെ നമുക്ക് വീണ്ടും റീസൈക്കിൾ ചെയ്ത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല. ഇത് ഒരു തവണ മാത്രമൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ മീൻസ് ഇത് നമുക്ക് രൂപമാറ്റം ചൂടാക്കി നല്ല കട്ടിയൊക്കെയാണ് കുറെ കാലമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അതിനെ നമുക്ക് ചൂടാക്കി എടുത്ത് ഉരുക്കി അതിനെ റീസൈക്കിൾ ചെയ്തൊന്നും ഉപയോഗിക്കാൻ സാധ്യമല്ല. എന്തിനെ പോലെ? PVC പോലെ, പോളിവിനൈൽ ക്ലോറൈഡായ PVC പോലെയും പോളിത്തീനായ എന്ന് പറയുന്ന പ്ലാസ്റ്റിക്കിനെ പോലെയൊന്നും ഇതിനെ നമുക്ക് വീണ്ടും ചൂടാക്കി ഉരുക്കിയെടുത്ത് അതിനെ രൂപമാറ്റം വരുത്തിക്കൊണ്ട് വീണ്ടും നമുക്ക് പുതിയ മറ്റേതെങ്കിലും ഒരു വസ്തുവായിട്ടൊന്നും നിർമ്മിക്കാൻ ഇത്തരം പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കാറില്ല എന്ന് പ്രത്യേകം. അതിന്റെ ലിങ്കിങ്ങിന് വ്യത്യാസമുണ്ട്, ക്രോസ് ലിങ്കിങ് ആണ്. ഓക്കെ, അതിന്റെ ലിങ്കിങ്ങിന് അതിന്റെ ബോണ്ടിങ്ങിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നല്ല കട്ടിയാണ് ബേക്കലൈറ്റ്. പിന്നെ അത് റീസൈക്കിൾ ഒന്നും ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല. അപ്പോൾ ചോദ്യം പറയാൻ വിശ്വസിക്കുന്നു പ്ലാസ്റ്റിക് വ്യവസായത്തിന്റെ പിതാവ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്, ഇന്ത്യൻ ആണവ ശാസ്ത്രത്തിന്റെ പിതാവ്. അത് നിങ്ങൾക്കറിയാം, രാജ രാമണ്ണ ആണോ? രാജ രാമണ്ണ. അത് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഇന്ത്യൻ ഇന്ത്യൻ ആണവശാസ്ത്രമല്ല, ഇന്ത്യൻ ആറ്റം ബോംബ്. ഇന്ത്യൻ ആറ്റം ബോംബിന്റെ പിതാവ് രാജ രാമണ്ണ. അത് ഓർത്തേക്ക്. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ആണവശാസ്ത്രം ഹോമി ജഹാംഗീർ ഭാഭ. ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ആദ്യത്തെ ഡയറക്ടറാണ് ഹോമി ജഹാംഗീർ ഭാഭ. ഓക്കെ, അതുപോലെ ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് വിക്രം സാരാഭായ്.
വിക്രം സാരാഭായ്. ഓക്കെ, വിക്രം സാരാഭായ് ISROയുടെ ആദ്യത്തെ ചെയർമാനാണ് വിക്രം സാരാഭായ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് നമ്മൾ പിതാക്കന്മാരിൽ വളരെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് വന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. എന്നിട്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമായി 1-2 ചോദ്യങ്ങൾ കൂടി എന്ന് പറയുക. നമുക്ക് ഇതൊക്കെ ഒന്ന് ഓർക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. നമുക്ക് ഒന്ന് ശ്രദ്ധയിൽപ്പെടുന്നതായ 1-2 ചോദ്യങ്ങളൊന്ന് പറഞ്ഞു. ഒന്ന്, ഗ്രീൻ കെമിസ്ട്രി ആണോ, ഇവിടൊക്കെയാണ് തെറ്റിപ്പോകുന്നത്. ഗ്രീൻ കെമിസ്ട്രി, അതുപോലെ തന്നെ പ്രഥമ ശുശ്രൂഷ, ഇത് തെറ്റിപ്പോകും. കീമോതെറാപ്പി ഉണ്ടോ, കീമോതെറാപ്പി, ഇത് തെറ്റിപ്പോകാം. അതുപോലെ മറ്റൊന്ന് വാക്സിനേഷന്റെ പിതാവ്, അത് തെറ്റിപ്പോകാം. മറ്റൊന്ന് ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ്, തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതാണ്. ന്യൂട്രോൺ ബോംബിന്റെ പിതാവ്, അതൊക്കെ തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കേ. അതുപോലെ പോളിമർ കെമിസ്ട്രി, പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട പോളിമർ കെമിസ്ട്രി, ഇതും നമ്മൾ ചിലർ കയറി ഉത്തരം കയറി ലിയോ ബേക്കലൻഡ് എഴുതാറുണ്ട്. പോളിമർ കെമിസ്ട്രി ഉണ്ടോ? അപ്പൊ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം ഉത്തരം. ഓക്കെ, ഇതൊക്കെയാണല്ലോ. ഇന്ത്യ മാറ്റം മുമ്പ് രാജാരാമണ്ണ, ഇന്ത്യൻ ആണവശാസ്ത്രം HJ ഭാഭ, ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രം വിക്രം സാരാഭായ്. ഇല്ലേ, ഇത് എത്രയോ തവണ വന്നതല്ലേ. ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവ് ഹോമി ജഹാംഗീർ ഭാഭ, ബഹിരാകാശ ശാസ്ത്രത്തിന്റെ വിക്രം സാരാഭായ്. ക്ലിയർ ചെയ്തോ അത്. ഇനി പോളിമർ കെമിസ്ട്രിയുടെ പിതാവ്, ഇതൊക്കെ നമുക്ക് ഓർക്കാൻ പാടാണ്. ഇതിന്റെ ഉത്തരങ്ങൾ ഓർക്കാൻ പാടാണ്. നോക്കിക്കോളൂ. ഹെർമൻ സ്റ്റാഡിംഗർ ഉണ്ടോ, ഹെർമൻ സ്റ്റാഡിംഗർ, അത് കാണാതെ പഠിച്ചോ. അതുപോലെ ഗ്രീൻ കെമിസ്ട്രി പോൾ ടി അനസ്താസ്, നല്ലതുപോലെ കാണാൻ പഠിക്കണം. ഇത് പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ്. ഗ്രീൻ കെമിസ്ട്രി. പ്രഥമ ശുശ്രൂഷ, ഫസ്റ്റ് എയ്ഡ് ഉണ്ടാവും. പ്രഥമ ശുശ്രൂഷ, ഫസ്റ്റ് എയ്ഡ്. ഇസ്മാർക്ക്, കീമോതെറാപ്പിയുടെ പിതാവ്, അതായത് നോബൽ സമ്മാനമൊക്കെ കിട്ടിയാണ് കീമോതെറാപ്പി, അതായത് രാസചികിത്സ, കെമിക്കൽ സബ്സ്റ്റൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് ചികിത്സ നടത്താമെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. കീമോതെറാപ്പി, പോൾ എർലിക്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. പോൾ എർലിക്, പ്രീവിയസ് ക്വസ്റ്റ്യൻ. കീമോതെറാപ്പി വന്നിട്ടുണ്ട്. വാക്സിനേഷൻ വരുമ്പോഴത്തേക്ക് ഒരുപാട് സയന്റിസ്റ്റുകൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. ലൂയി പാസ്റ്റർ ഒക്കെ കയറി വരും. അതാണ് വാക്സിനേഷൻ പ്രത്യേകം ഒന്ന് ഓർത്ത് വെക്കണമെന്ന് പറയുന്നത് കേട്ടോ. വാക്സിനേഷന്റെ പിതാവ് എഡ്വേർഡ് ജെന്നറാണ്. എന്താ, നിങ്ങൾ എഡ്വേർഡ് ടെല്ലർ എഴുതരുത്, എഡ്വേർഡ് ജെന്നറാണ്. എഡ്വേർഡ് ടെല്ലർ എന്ന് പറയുന്നത് എന്ത്, ഹൈഡ്രജൻ ബോംബിന്റെ പിതാവാണ് എഡ്വേർഡ് ടെല്ലർ. ന്യൂട്രോൺ ബോംബിന്റെ പിതാവ് എന്ന് പറയുന്നത് സാമുവൽ കോഹൻ ഉണ്ടാവും. അപ്പൊ പോളിമർ കെമിസ്ട്രി എന്നാൽ പ്ലാസ്റ്റിക്കുകളുടെ പഠനത്തെ കുറിച്ച് ഉള്ള ശാഖയാണ് പോളിമർ കെമിസ്ട്രി. നിങ്ങളത് ലിയോ ബേക്കലാൻഡ് എഴുതരുത്. പ്ലാസ്റ്റിക്കിന്റെ പിതാവ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വ്യവസായത്തിന്റെ പിതാവാണ് ലിയോ ബേക്കലാൻഡ്. പോളിമർ കെമിസ്ട്രിയുടെ പിതാവായിട്ട് കരുതുന്നത് ഹെർമൻ സ്റ്റാഡിംഗറെയാണ്. ഗ്രീൻ കെമിസ്ട്രിയുടെ പിതാവ് പോൾ ടി അനസ്താസ്. എന്താ ഗ്രീൻ കെമിസ്ട്രി? പരിസ്ഥിതിക്ക് യാതൊരു ദോഷവും വരാത്തതായ പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിച്ച് ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുക. അത് മണ്ണിനും അന്തരീക്ഷത്തിനും ഭൂമിക്കൊന്നും യാതൊരുവിധ കുഴപ്പം ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഒരു നല്ല പരിസ്ഥിതി സൗഹൃദ കെമിസ്ട്രിയാണ് ഏത്, ഗ്രീൻ കെമിസ്ട്രി. ഓക്കെ, പ്രഥമ ശുശ്രൂഷ, ഇസ്മാർക്ക് അറിയാലോ. ഫസ്റ്റ് എയ്ഡ് നമുക്ക് ട്രീറ്റ്മെന്റിൽ ഉപയോഗിക്കുന്നതാണല്ലോ ഫസ്റ്റ് എയ്ഡ്. അതിനെ കുറിച്ചുള്ള പിതാവ് ഇസ്മാർക്കാണ്. പിന്നെ കീമോതെറാപ്പി എന്ന് പറയുന്നത് പോളറിലേക്ക് രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള കെമിക്കൽ ട്രീറ്റ്മെന്റ്, രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് കീമോതെറാപ്പി. ഓക്കെ, പിന്നെ വാക്സിനേഷൻ നമുക്കറിയാലോ. വൈറസുകൾക്കൊക്കെ നമുക്ക് രോഗം വരാതിരിക്കണമെങ്കിൽ നമുക്ക് വാക്സിനേഷൻ ചെയ്തേ പറ്റുള്ളൂ. അതായത് എഡ്വേർഡ് ജെന്നർ. ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് എഡ്വേർഡ് ടെല്ലർ, ന്യൂട്രോൺ ബോംബിന്റെ പിതാവ് സാമുവൽ കോഹൻ. ഇനി നമുക്ക് പിതാക്കന്മാരെ തെറ്റിപ്പോകുന്ന മറ്റൊരു കാര്യമുണ്ട്. നോക്കൂ, ആറ്റം ബോംബിന്റെ പിതാവ്. ഇത് ഒരുപാട് കുട്ടികൾക്ക് സംശയമുള്ള ഒന്നാണ്, ആറ്റം ബോംബിന്റെ പിതാവ്. കാരണം ഇത് പറയുമ്പോൾ ആറ്റം ബോംബിന്റെ പിതാവ് പറയുമ്പോൾ എല്ലാ കുട്ടികളും ഓർക്കുന്നത് ഒട്ടോഹാൻ.
ഒട്ടോ ഹാൻ എന്ന് പറയുന്നത് ആറ്റം ബോംബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ്. ചോദ്യം പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് തന്നെ പഠിക്കണം. ആറ്റം ബോംബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഒട്ടോ ഹാൻ. ഉണ്ടോ? ഒട്ടോ ഹാന്റെ കൂടെ സ്ട്രാസ്മാൻ കൂടെ ഒക്കെ ഉൾപ്പെട്ടിരുന്നു. അങ്ങനെ എങ്കിലും പ്രധാനപ്പെട്ട പേര് ഒട്ടോ ഹാൻ കൊടുത്തിരുന്നാൽ മതി. ആറ്റം ബോംബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഒട്ടോ ഹാൻ. പക്ഷേ ആറ്റം ബോംബിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒട്ടോ ഹാനെ അല്ല. അത് വ്യക്തമായിട്ടൊന്ന് പഠിച്ചോണം. റോബർട്ട് ഓപ്പൺ ഹൈമർ. റോബർട്ട് ഓപ്പൺഹൈമർ അമേരിക്കയില് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തില് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിടുന്നതിന് വേണ്ടി അമേരിക്ക ഏർപ്പെടുത്തിയ ബോംബ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയ ശാസ്ത്രജ്ഞ ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിടുന്നതിന് വേണ്ടി, ആ ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി, ലിറ്റിൽ ബോയ് എന്നൊക്കെ പറയുന്ന ബോംബിനെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അപ്പോ അത്തരത്തിലുള്ള ബോംബിനെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പ്രോജക്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് മാൻഹട്ടൻ പ്രോജക്റ്റ്. നിങ്ങളത് ചരിത്രത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. മാൻഹട്ടൻ പ്രോജക്റ്റ്. അതിന്റെ തലവൻ കൂടിയായിരുന്നു റോബർട്ട് ഓപ്പൺ ഹൈമർ. അദ്ദേഹമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ആറ്റം ബോംബിന്റെ പിതാവ്. ആറ്റം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഒട്ടോ ഹാൻ എന്ന് പ്രത്യേകം ഓർത്തോണം. ആറ്റം ബോംബിന്റെ പിതാവ്. അപ്പൊ ക്ലിയർ ആയല്ലോ? ആറ്റം ബോംബായി, പോളിമർ കെമിസ്ട്രി, ഗ്രീൻ കെമിസ്ട്രി, പ്രഥമ ശുശ്രൂഷ, കീമോതെറാപ്പി, വാക്സിനേഷൻ, ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ്, ന്യൂട്രോൺ ബോംബിന്റെ പിതാവ്. ഇനി മൈക്രോബയോളജിയുടെ പിതാവ് ലൂയി പാസ്റ്റർ. രോഗാണു വിമുക്ത ശസ്ത്രക്രിയ. ഇതിനെ വിളിക്കുന്ന പേരാണ് ആന്റിസെപ്റ്റിക് സർജറി. തെറ്റിപ്പോകുന്നത് ആന്റിസെപ്റ്റിക് സർജറി. അതായത് ഒരു കാലഘട്ടത്തിൽ സർജറിയൊക്കെ നടന്നു കഴിഞ്ഞാൽ അവിടെ ഡെറ്റോളോ ഫിനോളോ ഒന്നും യൂസ് ചെയ്ത് അവിടെ ഒന്ന് വൃത്തിയാക്കത്തില്ലായിരുന്നു. ഹൈഡ്രജൻ പെറോക്സൈഡ് ഒക്കെ ചേർത്ത് വൃത്തിയാക്കത്തില്ല. ആ ഏരിയ കംപ്ലീറ്റ് ചെയ്തില്ല. ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ വളരെ മലിനമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അന്നത്തെ ആ കാലഘട്ടത്തിൽ അന്ന് പിന്നെ ജോസഫ് ലിസ്റ്റർ എന്ന സയന്റിസ്റ്റ്, അദ്ദേഹം ഒരു പ്രസിദ്ധ ഡോക്ടർ കൂടിയായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? പിന്നെ ഈ രോഗാണു വിമുക്ത ശസ്ത്രക്രിയ, അതായത് പിന്നെ ഈ ഡെറ്റോൾ പോലെയുള്ള വസ്തുക്കളൊക്കെ തന്നെ യൂസ് ചെയ്ത് അതിനെ വൃത്തിയാക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന ഡോക്ടറായിരുന്നു ജോസഫ് ലിസ്റ്റർ. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് രോഗാണു വിമുക്ത ശസ്ത്രക്രിയയുടെ പിതാവ്. ഇത് പല കുട്ടികളും കയറി ലൂയി പാസ്റ്റർ ഉത്തരവെഴുതാനായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്. രോഗാണു വിമുക്ത ശസ്ത്രക്രിയയുടെ പിതാവ് ജോസഫ് ലിസ്റ്റർ ആണ്. ഇനി മറ്റൊന്ന് പ്ലാസ്റ്റിക് സർജറി. അതുപോലെ തന്നെ സർജറി അല്ലെങ്കിൽ ശസ്ത്രക്രിയ. പിന്നെ വൈദ്യശാസ്ത്രം. അതിന് നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അലോപ്പതി ഇങ്ങനെ പോകും. പിന്നെ ഹോമിയോപ്പതിയുടെ പിതാവ്. പിന്നെ ഇത് ആയുർവേദത്തിന്റെ പിതാവ്. ഒന്ന് നോക്കൂ, പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ്. ഈ പ്ലാസ്റ്റിക് സർജറി എന്ന് ഉദ്ദേശിക്കുന്ന പ്ലാസ്റ്റിക്കുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. പ്ലാസ്റ്റിക് മീൻസ് രൂപമാറ്റം വരുത്താൻ സാധിക്കുന്നത് എന്നുള്ള മീനിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്ലാസ്റ്റിക് സർജറി പഴയ കാലത്ത് പ്ലാസ്റ്റിക് സർജറി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഏതാണ്? ശുശ്രുത. കണ്ടോ? സർജറിയുടെ പിതാവ് ആര് തന്നെയാണ്? ശുശ്രുത തന്നെയാണ്. അതങ്ങനെ പോട്ടെ. ഉണ്ടോ? വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ഹിപ്പോക്രാറ്റസ്. ക്ലിയർ ആയി. ഹോമിയോപ്പതിയുടെ പിതാവ് സാമുവൽ ഹനിമാൻ. സാമുവൽ കോഹനല്ല, അത് ന്യൂട്രോൺ ബോംബിന്റെ ആണ്. സാമുവൽ ഹനിമാൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ആയുർവേദത്തിന്റെ പിതാവ് ആർത്രേയ മഹർഷി. പ്രധാനപ്പെട്ട പിതാക്കന്മാരൊക്കെ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടു. അതോട് ലിങ്ക് ചെയ്തായിട്ടുള്ള പ്രധാനപ്പെട്ട പിതാക്കന്മാരുടെ കാര്യങ്ങൾ പഠിച്ചു. രസതന്ത്രത്തിന്റെ പിതാവ് റോബർട്ട് ബോയില്, ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ലാവോസിയെ. അവിടെ പോലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ.